ജെൻഡർ, ലിംഗസമത്വം ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. സ്ത്രീക്കും പുരുഷനും ഒരേ തൊഴിലിനും വ്യത്യസ്ത വേതനമാണ് ഇന്നും നിലനിൽക്കുന്നത്. ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെക്കാൾ വീടുകളിൽ കഴിയുന്ന സ്ത്രീകളാണ് കൂടുതലും. വീട്ടുജോലികളുടെ മൂല്യത്തിൻ്റെ പ്രാധാന്യം സമൂഹം മനസ്സിലാക്കേണ്ട കാലഘട്ടമാണിത്. ഡൊമസ്റ്റിക് വർക്കുകളിൽ കൂടുതലും സ്ത്രീകളാണ് പങ്കാളികൾ. ഡൊമസ്റ്റിക് വർക്ക് എന്ന് പറയുമ്പോൾ തൂക്കൽ, വൃത്തിയാക്കൽ, പാചകം ചെയ്യൽ, തുണി കഴുകൽ, പാത്രം കഴുകൽ, കുട്ടികളെ നോക്കുക തുടങ്ങിയവയാണ്. യഥാർത്ഥത്തിൽ വ്യത്യസ്ത ജോലികൾ ഉൾക്കൊള്ളുന്നതാണ് പല വീട്ടുജോലികളും. എങ്കിലും ശാരീരികമായി കാഠിന്യമുള്ളതാണ് പല സാഹചര്യങ്ങളിലും അവ. ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ചിട്ടില്ല. എങ്കിൽ വേർതിരിവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകളെ സഹായിക്കുന്നതിനായാണ് ഗവൺമെൻറ് നിരവധി അംഗൻവാടികളും ചൈൽഡ് കെയർ സെൻ്ററുകളും തുടങ്ങിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീകൾക്ക് പല മേഖലകളിലും അവസരങ്ങൾ ലഭിക്കും. സമൂഹത്തിന് പൊതുവെ ഒരു ധാരണയുള്ളത് എന്താണെന്നാൽ സ്ത്രീകൾക്ക് നഴ്സിംഗ് ജോലി പോലെയുള്ളവ മാത്രമേ അനുയോജ്യമായിട്ടുള്ളൂ എന്നാണ്. സാങ്കേതികമായ ജോലികൾക്ക് അവർ അനുയോജ്യരല്ല എന്നുമാണ് സമൂഹത്തിൻ്റെ കണക്കുകൂട്ടൽ. സ്കൂൾ വിദ്യാഭ്യാസ ശേഷം പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ളതാണ് എന്ന രീതിയിലാണ് വീടുകളിൽ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്പ് ഇമേജ് ഒക്കെയും തകർത്ത് നോർത്തേൺ റെയിൽവേയിൽ ആദ്യത്തെ വനിതാ എഞ്ചിൻ ഡ്രൈവറായ വ്യക്തിയാണ് ലക്ഷ്മി ലഖ്ര എന്ന സ്ത്രീ. ഒരുപാട് സമ്മർദ്ദങ്ങളുള്ള സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കില്ല എന്ന രീതിയിലാണ് ആൺകുട്ടികളെ വളർത്തുന്നത്. മാറ്റത്തിനു വേണ്ടി എങ്ങനെ ശ്രമിക്കാം എന്ന് നോക്കിയാൽ സ്കൂളുകളിൽ പോവുക എന്നത് ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. പഠനവും സ്കൂളും ഇന്നും പല കുട്ടികൾക്കും അപ്രാപ്യമാണ് എന്നത് നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വളരെ കുറച്ചു മാത്രം ആളുകൾക്ക് മാത്രമാണ് എഴുതാനും വായിക്കാനും അറിയാമായിരുന്നത്. കുട്ടികൾ മുതിർന്നവരെ അവരുടെ വീട്ടുജോലികളിലും മറ്റും സഹായിക്കുകയാണ് ചെയ്തിരുന്നത്. നെയ്ത്ത്, പാത്രനിർമ്മാണം, കരകൗശല വസ്തുക്കൾ നിർമ്മാണം തുടങ്ങിയവയിൽ പ്രാവീണ്യമുള്ള കുടുംബങ്ങളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംഭാവനകളെ രണ്ടാം തരമായാണ് കണക്കാക്കുന്നത്. 19-ാം നൂറ്റാണ്ടോടുകൂടി പഠനങ്ങളിലും വിദ്യാഭ്യാസത്തിലും നിരവധി പുതിയ ചിന്തകൾ ഉടലെടുത്തുവെങ്കിലും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള എതിർപ്പുകൾ അന്നും നിലനിന്നിരുന്നു. 1890-കളിൽ രമാബാൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടി. റോക്കിയ സഖാവത്ത് ഹുസൈൻ തൻ്റെ ജ്യേഷ്ഠനിൽ നിന്നും മൂത്ത സഹോദരിയിൽ നിന്നും ഇംഗ്ലീഷ് പഠിച്ച് കുടുംബത്തിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് പ്രശസ്ത എഴുത്തുകാരിയായി. ബംഗാളിലെ റാഷ്സുന്ദി ദേവിയാണ് ആത്മകഥ എഴുതിയ ആദ്യ ഇന്ത്യൻ വനിത. അമർജിബാനാണ് അവരുടെ ആത്മകഥ. ഇന്ന് നിരവധി ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളുകളിൽ പോകുന്നുണ്ട്. 10 വർഷത്തിലൊരിക്കൽ ഇന്ത്യയിൽ ജനസംഖ്യ അറിയുന്നതിന് സെൻസസ് എടുക്കാറുണ്ട്. ഇതിൽ നിന്നും സാക്ഷരതയും ലിംഗാനുപാതവും നമുക്ക് അറിയാൻ സാധിക്കുന്നുമുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ വലിയൊരു വിഭാഗം ചെറുപ്രായത്തിൽ തന്നെ സ്കൂളുകൾ വിടുന്നു. 2014 സെൻസസ് പ്രകാരം പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ ദളിത് പെൺകുട്ടികളെക്കാൾ കുറവാണെന്ന് കാണിക്കുന്നു. അധ്യാപകരുടെയും സ്കൂളുകളുടെയും ലഭ്യതക്കുറവ്, ഗതാഗത സൗകര്യമില്ലായ്മ, വിദ്യാഭ്യാസ ചെലവ്, അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഉദാസീന മനോഭാവം എന്നിവ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമായി നിൽക്കുന്നവയാണ്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ സ്ത്രീകൾ ഒറ്റയ്ക്കും കൂട്ടായും പോരാടുന്നുണ്ട്. ഇതിനെയാണ് വനിതാ മുന്നേറ്റം എന്ന് വിളിക്കുന്നത്. അപബോധം പ്രചരിപ്പിക്കുന്നതിനും വിവേചനത്തിനുമെതിരെ പോരാടുന്നതിനും നീതി തേടുന്നതിനും വ്യത്യസ്ത തന്ത്രങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകൾ ഇന്നും പോരാടിക്കൊണ്ടേയിരിക്കുന്നു.